സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിച്ചെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഇന്നു മുതൽ വൈദ്യുതി തടസ്സം ഉണ്ടാകില്ലെന്നും കേന്ദ്രത്തിൽ നിന്ന് വൈദ്യുതി ലഭിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചെന്നും മന്ത്രി പറഞ്ഞു. ലോഡ് ഷെഡിംഗ് ആയിരുന്നില്ല, ട്രിപ്പിംഗ് കാരണമായിരുന്നു ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി മുടങ്ങിയത് എന്നാണ് മന്ത്രിയുടെ വിശദീകരണം. കാലാവസ്ഥയിൽ വന്ന മാറ്റവും ഇലക്ട്രിക് വാഹനങ്ങൾ പെരുകിയതും തിരിച്ചടിയായെന്നും മന്ത്രി പറഞ്ഞു. പ്രതിസന്ധി സമയത്ത് വേഗത്തിൽ തീരുമാനമെടുക്കാൻ റെഗുലേറ്ററി കമ്മീഷന് ഉത്തരവാദിത്തമുണ്ടെന്നും മന്ത്രി പരോക്ഷ വിമർശനം നടത്തി. ഇലക്ട്രിക് വാഹനങ്ങൾ വ്യാപകമായതുൾപ്പെടെ സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാക്കിയെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. ഉഷ്ണതരംഗം ഇങ്ങനെ വരുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ എന്നും അദ്ദേഹം ചോദിച്ചു. വൈദ്യുതി ഉൽപാദനം കൂട്ടിയില്ലെന്നും മുൻകരുതലെടുത്തില്ലെന്നും പറയുന്നത് ശരിയല്ല. ഗൾഫ് യുദ്ധം വരുമെന്ന് ഉൾപ്പെടെ ആരും പ്രതീക്ഷിച്ചില്ലല്ലോ എന്നും മന്ത്രി ചോദിച്ചു. ഗൾഫ് യുദ്ധം വരുമെന്ന് ഉൾപ്പെടെ ആരും പ്രതീക്ഷിച്ചില്ലല്ലോ എന്നും മന്ത്രി ചോദിച്ചു. 70% വൈദ്യുതി നമ്മൾ പുറത്തു നിന്നാണ് വാങ്ങുന്നത്. പല ജലവൈദ്യുത പദ്ധതികളും പരിസ്ഥിതിവാദികൾ ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ചതിനെ തുടർന്ന് നീണ്ടുപോയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. റെഗുലേറ്ററി കമ്മീഷനോടുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നില്ലെന്നും അത് പറയേണ്ട വേദികളിൽ പറഞ്ഞുകൊള്ളാമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പെറ്റീഷനിൽ നടപടിയെടുക്കാൻ എന്തുകൊണ്ട് വൈകി എന്നതുൾപ്പെടെ അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാക്കയ്ക്ക് പറക്കാനാകില്ല എന്നുൾപ്പെടെയുള്ള കാരണങ്ങൾ പറഞ്ഞാണ് ഭാഗം തൂക്കി വന്ന ചില പരിസ്ഥിതിവാദികൾ പല വൈദ്യുത പദ്ധതികളും തടസ്സപ്പെടുത്തിയതെന്നും അദ്ദേഹം ആക്ഷേപിച്ചു. മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ CSSD, റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.